പുനലൂർ ടി.വി. ജംഗ്ഷൻ വട്ടപ്പട ഇടമൺ റോഡിന് ശാപമോക്ഷം. പാതയുടെ വശങ്ങളിലെ ഭൂമിയുടമകളുമായുള്ള തർക്കങ്ങൾ പരിഹരിച്ച പാതയുടെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. 3 വർഷത്തിലേറെയായി മുടങ്ങിക്കിടന്ന 350 മീറ്ററോളം ഭാഗത്തെ നിർമ്മാണമാണ് പുനരാരംഭിച്ചിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. 6 മാസങ്ങൾക്ക് മുൻപ് കരാർ നൽകിയ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചത്. പത്തനാപുരം കാരറ സ്വദേശിയായ കരാറുകാരനാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. പാർശ്വഭിത്തിയും കലിങ്ങുകളും നിർമ്മിച്ച BMBC നിലവാരത്തിൽ ടാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ആകെ 8 കിലോമീറ്റർ നീളമുള്ള റോഡിൽ വാഴമൺ മുതൽ താഴേക്കടവാതുക്കൾ വരെയുള്ള 380 മീറ്റർ ഭാഗത്താണ് നവീകരണം പൂർത്തിയാകാനുള്ളത്. നവീകരണങ്ങളുടെ ഭാഗമായി വാഴമണ്ണിലെ മൺതിട്ടയിടിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. 85 ലക്ഷം രൂപയാണ് കരാർ തുക. കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമാന്തരമായി പുനലൂർ ടി.ബി. ജംഗ്ഷനെയും ഇടമൺ സത്രമുക്കിനെയും ബന്ധിപ്പിക്കുന്ന പാതയാണിത്. നിലവിൽ 7 മീറ്റർ വീതിയുണ്ടായിരുന്ന റോഡ് 8.5 മീറ്റർ വീതിയിലാണ് വികസിപ്പിക്കുന്നത്. 8.76 കോടി രൂപയായിരുന്നു ആകെ ചിലവ്. വാഴമൺ ഭാഗത്ത് ഭൂമി വിട്ടുകൊടുക്കുവാൻ പ്രദേശവാസികൾ തയ്യാറാകാത്തതിനെ തുടർന്നാണ് നവീകരണം പാതി വഴിയിലായത്. നമ്മുടെ പുനലൂർ MLA രാജു സാറ് മന്ത്രിയായിരുന്ന സമയത്താണ് ടി.വി. ജംഗ്ഷൻ മുതൽ അങ്ങ് ഇടമണ്ണ് വരെ BMBC നിലവാരത്തിൽ ഒരു റോഡ്, ഇപ്പം 4 കോടി രൂപയുടെ റോഡിന് വേണ്ടിയുള്ള അനുമതി ആയത്. എന്നാൽ താഴേവാതുക്കൽ മുതൽ വാഴമൺ ഭാഗം വരെ റോഡ് പണിഞ്ഞു വരുമ്പോൾ വിവിധ തർക്കങ്ങൾ ഏർപ്പെടുകയും കുറച്ച് 17 പേർ കോടതിയിൽ കേസിന് പോയതിൻ്റെ ഭാഗമായി ഈ റോഡ് പണിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ടെൻഡറുകാരൻ അത്രയും പണി കളഞ്ഞിട്ട് പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ബഹുമാനപ്പെട്ട പുനലൂരിൻ്റെ MLA, ഇപ്പോഴത്തെ MLA PS സുബാൽ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 86 ലക്ഷം രൂപ അനുവദിക്കുകയും ഇതിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെൻറ്റിൽ നൽകുന്നതിൻ്റെ ഭാഗമായി ആ തുക ഈ ബാക്കി റോഡ് പണിയുവാൻ വേണ്ടിയുള്ള തുക അനുവദിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിരുന്നാലും MLAയുടെ ഇടപെടലിൻ്റെ ഭാഗമായി ഈ കേസ് കൊടുത്ത 17 പേരെയും നമ്മുടെ ടി.വി. ജംഗ്ഷനിൽ വെച്ചുള്ള ഒരു മീറ്റിങ്ങിൽ അവരെല്ലാം കേസ് പിൻവലിക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി ആ കേസ് പിൻവലിക്കുന്നതിൻ്റെ ഭാഗമായാണ് ബാക്കി റോഡ് പണി ആരംഭിച്ചത്. തുടർന്ന് ഇത്രയും ഭാഗം ഒഴിവാക്കി 7.65 കിലോമീറ്റർ ദൂരം ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്തു. ബാക്കിയുള്ള ഭാഗം കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത രീതിയിൽ തകർന്ന നിലയിലായിരുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.